അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നൊരു വാക്കാണ്, മിക്ക വീഡിയോകളിലും പറയാറുണ്ട്, സത്യപ്രപഞ്ചം. അപ്പോൾ സത്യപ്രപഞ്ചം, ഈ സത്യപ്രപഞ്ചം എന്ന് ഞാൻ പറയുന്നത് ആരെയാണ്? ഒരാളെന്നോട് ചോദിക്കുകയുണ്ടായി, സത്യപ്രപഞ്ചം എന്ന് പറയുന്നല്ലോ, സത്യപ്രപഞ്ചം എന്ന് പറയുന്നത് ആരെയാണ്? സത്യപ്രപഞ്ചം എന്ന് ഞാൻ പറയുന്നത് സാക്ഷാൽ ഈശ്വരനെയാണ് കേട്ടോ, സാക്ഷാൽ ഈശ്വരനെയാണ്. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണെന്ത്? ഈശ്വരൻ. അപ്പം ഈശ്വരനെ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആരാധിക്കാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആരാധിക്കാം കേട്ടോ, അതൊന്നും യാതൊരു തെറ്റില്ല കേട്ടോ. നമുക്ക് ഏത് രൂപത്തിലാണോ ഈശ്വരനെ ആരാധിക്കാൻ താല്പര്യം ആ രൂപത്തിൽ ആരാധിക്കാം കേട്ടോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും നല്ലതായാലും കേട്ടോ, നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും എന്തായാലും നമുക്ക് എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കണം, അത്രയേ ഉള്ളൂ. ഈശ്വരനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആരാധിക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലിണങ്ങിയ രൂപത്തിൽ എന്ത് ചെയ്യുക? ഈശ്വരനെ ആരാധിക്കുക. അത് കർത്താവിൻ്റെ രൂപത്തിലായാലും മാതാവിൻ്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലായാലും മഹാദേവൻ്റെ രൂപത്തിലായാലും കാളീദേവിയുടെ രൂപത്തിലായാലും ദുർഗാദേവിയുടെ രൂപത്തിലായാലും ആരുടെ രൂപത്തിലായാലും നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ആരാധിക്കുക കേട്ടോ. ഈശ്വരൻ എന്താണ്? ഈശ്വരൻ ഒന്നേ ഉള്ളതാണ്. അപ്പം ഈശ്വരനെ നമ്മൾ ആരാധിക്കുന്ന വഴികളൊക്കെ എന്താണ്? വ്യത്യസ്തമാണ് കേട്ടോ. നമ്മൾ പലരും പല രീതിയിലല്ലേ ഈശ്വരനെ ആരാധിക്കുന്നത്. എല്ലാവരും ഒരേപോലെയാണോ ഈശ്വരനെ ആരാധിക്കുന്നത്? അല്ല, പലരും പല രീതിയിലാണ് ഈശ്വരനെ ആരാധിക്കുന്നത്. അപ്പം നദികളെ കണ്ടില്ലേ? നദികളൊക്കെ എന്ത് ചെയ്യുന്നു? ഏത് വഴിയിലൂടെ ആരും എവിടെ ചെന്ന് ചേരുന്നു? സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. ഏത് രീതിയിലാണെങ്കിലും എന്ത് ചെയ്യുന്നത്? എത്തിച്ചേരുന്ന എവിടെയാണ്? സാക്ഷാൽ ഈശ്വരനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഈ സത്യപ്രപഞ്ചത്തെ നമ്മളുടെ മനസ്സിനിണങ്ങിയ രൂപമാണ് കേട്ടോ, മനസ്സിനിണങ്ങിയ രൂപമുണ്ട്. നമുക്കൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രൂപങ്ങളുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ആരാധിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ കേട്ടോ, ഞാൻ സത്യപ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്, സത്യപ്രപഞ്ചം എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ സത്യപ്രപഞ്ചം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആ സത്യപ്രപഞ്ചത്തെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപത്തിലാണ് കേട്ടോ എൻ്റെ മനസ്സിൽ കൂടിയിരിക്കുന്നത് കേട്ടോ. ഉള്ള കാര്യത്തോട് കേട്ടോ ഉള്ളതാണ് പറയുകയാണ്. സത്യപ്രപഞ്ചം എന്ന് പറയുന്നെങ്കിലും ആ സത്യപ്രപഞ്ചത്തെ ഞാൻ കാണുന്ന രൂപം, എൻ്റെ മനസ്സിൽ കാണുന്ന രൂപം എന്താണ്? ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപമാണ് കേട്ടോ. അപ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയട്ടെ. അതിന് ഈ സത്യപ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കട്ടെ.